നമസ്തേ, വെൽക്കം ടു വേൾഡ് ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ആരും ആവാം. നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ ക്രഷ് ആവാം, ഓൺ സൈഡ് ലവ് ആവാം, എന്ത് വേണമെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് എന്താണ് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ആ ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. കറൻറ്റ് ഫീലിങ്സ് പ്ലീസ്. Rebirth, slowing down, rebirth, trust. Bottom of the deck, turning in. So I think നിങ്ങൾ 10 ഏഞ്ചൽ നമ്പേഴ്സ് കുറേ കാണുന്നുണ്ടാവാം. 10 ഏഞ്ചൽ നമ്പേഴ്സ് അത് വളരെ 10 മീൻസ് കംപ്ലീഷൻ. സോ കംപ്ലീഷൻ മാത്രമല്ല, നിങ്ങളുടെ ജേണി അതിപ്പോൾ ഒരു ടിൻ ഫ്ലെയിം ജേണിയാണ്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയായിട്ടുള്ള ഒരു സൈക്കിൾ എൻഡായി എന്നുള്ളതാണ് ഒരു 10 ഏഞ്ചൽ നമ്പേഴ്സിന് മീനിങ് വരുന്നുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു സൈക്കിൾ എൻഡ് ആയിട്ടുണ്ട്. ഇനി വേറൊരു ഫ്രഷ് സൈക്കിളിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ, ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഐ തിങ്ക് നിങ്ങൾ വളരെയധികം മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം, ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന ആളുകളാവാം. നിങ്ങൾക്ക് ഇന്നർ വർക്ക്സിനൊക്കെ വളരെയധികം എന്താ പറയുക, നേരത്തെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ ഇന്നർ വർക്ക്സ് ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഇന്നർ വർക്ക്സിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൂടുതലായിട്ട് കൊടുക്കുന്നുള്ളത്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റീസിനെ നിങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റിലീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം, ലൈക്ക് എന്താ ഒരു നെഗറ്റിവിറ്റീസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുകയാണ് എന്നൊക്കെ ഉള്ളത്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഇന്നർ വർക്ക്സിൻ്റെ എനർജി ആവാം ഒരു പക്ഷേ ഇത് കേട്ടോ. നിങ്ങൾ ഓൾറെഡി സ്പിരിച്വൽ ആവാം ഒത്തിരി അധികം. നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിൽ ഭയങ്കര ബിലീവ് ആയിരിക്കാം. അതിന് ശേഷമായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾ സ്പിരിച്വൽ ആയത്. Seven of Cups, the Moon, Chariot, bottom of the deck, Temperance. ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഒരു ഇന്നർ പീസ് ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു എനർജി ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. സംതിങ് ഈസ് റിലേറ്റഡ് ടു ഇന്നർ പീസ്. അത് മെയിനായിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി വല്ലാണ്ട് നെഗറ്റീവാണ്. ഒത്തിരി അധികം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അവർ വളരെയധികം സ്ട്രെസ്സിലാണ് ഈ ഒരു ടൈമിലുള്ളത്. അതൊരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാവാം. എന്താണെങ്കിലും ഇവരുടെ കറൻ്റ്ലി ഉള്ള ഈ ഒരു കറണ്ട് എനർജി അല്ലെങ്കിൽ ഈ ഒരു എനർജി ചെക്ക് ചെയ്യുക, സിറ്റുവേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആൾ നല്ല ഡൗൺ ആണെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഐ തിങ്ക് ഒത്തിരി അധികം ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു ഡിലേ വരുന്നത്. ഇവിടെ ഒരു റീകൺസിലേഷനും റീയൂണിയനും ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ഷനും വേണ്ടിയിട്ടൊക്കെ ഒരു ഡിലേ വരുന്നതിന് മെയിൻ റീസൺ ഇവർ ഒത്തിരി അധികം കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. 24/7 ഈ ഒരു വ്യക്തി ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളാണെങ്കിലും ശരി, ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി, ഓവർ തിങ്ക് ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു ചിലപ്പോൾ ഇല്ലാത്തൊരു കാര്യം കൂടി മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഓവർ ബേർഡൺ ആവുന്ന ഒരു എനർജീസ് ആവും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു വ്യക്തിയും നല്ല രീതിക്ക് ഡൗൺ ആണ്. ഇവരുടെ മനസ്സിൽ എന്താണെന്നോ അല്ലെങ്കിൽ ഇവർ എന്താണ് ഇഷ്യൂസ് എന്ന് ആരോടും ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്.
നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അരെ ഈ ഒരു വ്യക്തി ഭയങ്കര ഹാപ്പിയാണ്, ഇവരുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ നടക്കുകയാണ്, നിങ്ങൾക്ക് മാത്രം ഈ റിലേഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു എനർജിയാണ്. കാരണം ഈ ഒരു വ്യക്തിയും നല്ല രീതിക്ക് ഡൗൺ ആണ്. നല്ല രീതിക്കെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഡൗൺ ആണ് ഈ ഒരു വ്യക്തി. ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും പാസ്റ്റിൽ എന്താണോ നടന്നിട്ടുള്ളത്, ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് എന്താണോ ആ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ഓവർ തിങ്കിങ്ങിന് മെയിനായിട്ടൊരു റോളുണ്ട് ഇതിൽ. അപ്പം ആ റോളിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇരിക്കുന്നുള്ളത്. അപ്പം ഓവർ തിങ്കിങ് എപ്പോഴും എന്താണ് പറയുക, അത് നമുക്ക് ക്ലിയർ ആയിട്ടൊരു കാര്യത്തെ കാണാനായിട്ട് അനുവദിക്കുന്നുണ്ടാവില്ല. അപ്പം അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. അപ്പം ഇതിൽ ഇയാൾ ആ പാസ്റ്റിൽ നിങ്ങളുടെ ഇടയിൽ എന്താണോ സംഭവിച്ചത് ആ ഒരു കാര്യത്തിൽ സ്റ്റിൽ അത് ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അത് ഓർത്തിട്ട് അവർക്കൊരു ആൻസൈറ്റി ഉണ്ട്. ആ ഒരു ഇല്യൂഷനിലാണ് ഇപ്പോഴും ഇരിക്കുന്നുള്ളത്. അപ്പം ആ ഒരു എനർജി റിലീസ് ചെയ്യുമ്പോഴാണ് ഇവിടെ നിങ്ങൾക്കാണെങ്കിലും ഒരു റീബർത്ത് കാണാൻ പറ്റുന്നതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. കാരണം ലൈക്ക് ഒരു റീബർത്ത് ഉണ്ടാവും ഈ റിലേഷനിൽ, ഇവിടെ ഒരു ബാലൻസ് ഉണ്ടാവും ഈ റിലേഷനിൽ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റീസിനെ റിലീസ് ചെയ്ത് കളയണം. അപ്പോഴാണ് ഇവിടെ ഒരു റീകൺസിലേഷൻ ഉണ്ടാവുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഫേസിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നതാണ് എനിക്ക് ഈ ഒരു ടൈമിൽ കാണുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി ഇപ്പോൾ സ്പിരിച്വലായിട്ട് മാറിയിട്ടുണ്ടാവും. ഇവർ മെഡിറ്റേഷൻസും ഇന്നർ വർക്ക്സും യോഗാസും കാര്യങ്ങളും ഒക്കെ സൂര്യ നമസ്കാരം ഒക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ഈ ഒരു വ്യക്തി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു വ്യക്തി എന്താ പറയുക, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഹേർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യണം. ഹേർട്ട് ചക്ര ചെയ്യുമ്പോൾ നിൻ്റെ ഉള്ളിലുള്ള ഒരു ഇമോഷൻസും ഫീലിങ്സും നിൻ്റെ ഉള്ളിലുള്ള ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു ട്രോമാസ് ഒക്കെ ഹീൽ ചെയ്യുന്ന ആരെങ്കിലും ഗൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഗൈഡൻസ് ഫോളോ ചെയ്ത് ഈ ഒരു വ്യക്തിയെ ഇന്നർ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത്. അതിലൊരു സുഖമുണ്ട്. ആ ഒരു സുഖത്തിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എനർജീസാണ് എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. അപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും, ഞാനല്ലേ മാം ഈ ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന, അയാളൊന്നും ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾക്കറിയില്ലല്ലോ. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുള്ള കുറേ കാര്യങ്ങളൊന്നും അവർ ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. അവരും ഇന്നർ വർക്ക്സ് ചെയ്യുന്നുണ്ട്, അവരും സ്പിരിച്വൽ ആയിട്ടുണ്ട്, അവർ സ്പിരിച്വൽ അവേക്കനിങ് ഫേസിലൂടെയാണ്, അവരുടെ ഉള്ളിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസോ കാര്യങ്ങളോ ഉണ്ടാവാം. രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വ്യക്തികളായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു ടൈമിൽ ആളും സ്പിരിച്വാലിറ്റിയിൽ ബിലീവ് ചെയ്യുകയാണ്, സ്പിരിച്വൽ ജേണിയിലേക്ക് വരികയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കലാശക്കൊട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തട്ടലും മുട്ടലും ആയിട്ടുള്ള ഈ ഒരു എനർജീസ്. ഓക്കെ, ഇപ്പം ഈ ഒരു ടൈമിലാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരണോ അതോ വെയിറ്റ് ചെയ്യോ എന്നുള്ള രീതിക്ക് അൺഡിസൈഡഡ് ആയിട്ടുള്ളൊരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. വരണം എന്ന് ചിന്തിക്കുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോൾ വേണ്ട, അത് ശരിയാവില്ല, വരണ്ട എന്നുള്ളൊരു തോട്ട്സ് ആൾക്ക് വരും. ഇവിടെ സയൻസ് നോക്കുവാണെങ്കിൽ ക്യാൻസർ സയൻസ് ആണ്, വാട്ടർ സൈൻ. അതുപോലെ തന്നെ ചക്ര സാക്രൽ ചക്രയാണ്, ക്രിയേഷൻ സാക്രൽ ചക്ര. അതുപോലെ തന്നെ ക്രൗൺ ചക്ര സ്പിരിച്വാലിറ്റിയാണ് കാണിക്കുന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ തേർഡ് ഐ ചക്രയുടെ എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ സാക്രൽ ചക്ര ഓൾറെഡി വീണ്ടും സാക്രൽ ചക്രയുടെ എനർജീസ് ആണ് ഇവിടെ കൂടുതലായിട്ട് നിൽക്കുന്നുള്ളത്. സാക്രൽ ചക്ര എന്തിനാണ്, ക്രിയേഷൻ, സെക്ഷുവാലിറ്റി ഒക്കെയാണ് പൊതുവേ സാക്രൽ ചക്ര, ആക്ഷൻസ്, മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് മെയിനായിട്ടും സാക്രൽ ചക്ര ഡീൽ ചെയ്യുന്നുള്ളത്. പ്ലാനറ്റ് വീനസ് ആണ്. വീനസിൻ്റെ എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സ്കോർപിയോ, പൈസസ്, സജിറ്റേറിയസ് സൈൻസ് ഫയർ സൈൻ ആണ് കേട്ടോ, ഫയർ സൈൻ. അതുപോലെ തന്നെ സ്കോർപ്പിയോ ആണെങ്കിലും വാട്ടർ സൈൻ ആണ്, പൈസസും വാട്ടർ സൈൻ ആണ്. അപ്പം വാട്ടർ സൈൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. യെസ്, ഇവിടെ ഒരു ബാലൻസ് മസ്റ്റായിട്ട് ഉണ്ടാവും. കാരണം ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റീസിനെയൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ഇവിടെ ഉറപ്പായിട്ടും ഇവിടെ ഒരു ബാലൻസ് വരും. നിങ്ങളൊരു ബാലൻസ് ഇല്ലല്ലോ റിലേഷനിൽ, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഒരു വാല്യൂ തരുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ട്സിൽ നിങ്ങൾ ഡൗൺ ആയിട്ടൊന്നും ഇരിക്കേണ്ട. നിങ്ങൾക്ക് വാല്യൂ കിട്ടും, നിങ്ങളെ വാല്യൂ തരും ഈ ഒരു വ്യക്തി. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിക്കുള്ളൊരു കമ്മിറ്റ്മെൻറ്റും സ്റ്റെബിലിറ്റിയും ഒക്കെ വരാൻ പോവുകയാണ്. സോ ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യാനാണ് ഇവിടെ നമുക്ക് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. കാരണം ട്രസ്റ്റിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ.
ട്രസ്റ്റ് ചെയ്യുക. എന്ത് വന്നാലും അത് നിങ്ങളുടെ ഫേവറിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ നടക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഇവിടെ നല്ല കാര്യങ്ങൾ വരും. ഒരു പോസിറ്റിവിറ്റിയാണ് ഇപ്പം നിങ്ങളുടെ റിലേഷൻ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് ഓർത്തിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള എനർജിയിൽ നിങ്ങൾ നിൽക്കുക. ഓക്കെ. സോ ഇവിടെ ഒരു കാർഡ് പോയിട്ടുണ്ടായിരുന്നു താഴെ, അത് കിങ് ഓഫ് പെൻഡാക്കിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നായിരിക്കും ഒരു ആക്ഷൻ വരുന്നത്. ഇപ്പം ആളൊത്തിരി എന്താ പറയുക, ആൾ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ഒരു എനർജിയിൽ, ഈഗോയിലൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ ആ ഒരു എനർജിയിൽ നിന്ന് ആൾ വെളിയിൽ വരും. ഓക്കെ. ആ ഒരു എനർജി നാൾ വെളിയിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരുടെ ഒരു ആക്ഷൻ എടുക്കും തന്നെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ വെയിറ്റ് ചെയ്യുക. ക്ഷമയാണ് എല്ലാത്തിനും ഒരു പരിഹാരം എന്ന് പറയുന്നത്. എടുത്ത് ചാടുന്നത് കൊണ്ടും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെങ്കിലും എന്ത് കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയം വരും. ചില കാര്യങ്ങളൊക്കെ അൺഫോൾഡ് ആയിരിക്കും. അപ്പം അതൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം എഫക്റ്റീവായിട്ടുള്ളൊരു മറുപടി നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെ? എഫക്റ്റീവായിട്ടുള്ളൊരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാത്തിനും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാവണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാവുക എന്നുള്ളത്. നമ്മളുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും കൺട്രോൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിക്കുക, വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളും ചിന്തിക്കാൻ ശ്രമിക്കുക. അതല്ലാതെ എപ്പോഴും ഇമോഷൻസ് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് കാര്യമില്ല. എപ്പോഴും കുറച്ചെങ്കിലും നമ്മൾ പ്രാക്ടിക്കലായിട്ടും ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും നമുക്ക് പല കാര്യങ്ങളിലും സക്സസ് കിട്ടുന്നത്. ചില കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. എപ്പോഴും എന്താണ് ഭഗവാൻ പുരാണങ്ങളിൽ പോലും പറയുന്നത് എന്താണ്? സെൽഫ് ലവിനെ പറ്റിയിട്ടാണ് പറയുന്നത്, സെൽഫ് കെയറിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ സെൽഫ് ലവും സെൽഫ് കെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ പെർഫോം വിത്ത് ഡിറ്റാച്ച്മെൻ്റ് എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. സോ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതൊരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ എനർജിയിൽ തന്നെ നിങ്ങൾ ഡ്യൂട്ടി എന്നുള്ള രീതിക്ക് നിങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. സോ പെർഫോം വിത്ത് ഡിറ്റാച്ച്മെൻറ്റ്, ആ ഒരു എനർജിയിൽ മസ്റ്റായിട്ടിരിക്കുന്നു. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുകയാണ്, ഈ ഒരു കണക്ഷന് വേണ്ടി നിങ്ങൾ അങ്ങ് ബെഗ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നിങ്ങൾ ഈ ഒരു നിമിഷം മുതൽ ഈ ഒരു റീഡിംഗ് കണ്ട് നിങ്ങൾ ഇറങ്ങുന്നതിന് പുറകെ നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഞാൻ ഇനി ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ബെഗ് ചെയ്ത് പോവില്ല ഒരു വ്യക്തിയുടെയും പുറകെ. ആൾ എന്നെ അട്രാക്റ്റ് ചെയ്യണം, ബിക്കോസ് ഐ ആം ഡിവൈൻ. ഓക്കെ, ഐ ആം ഡിവൈൻ, ഞാൻ ഡിവൈനാണ്. കാരണം എന്താ, അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ള കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം എപ്പോഴും പറയാം, ഐ ആം ഡിവൈൻ, ഐ ആം എ പീസ്ഫുൾ സോൾ. ഇങ്ങനെ നല്ല നല്ല അഫോർമേഷൻസ് നിങ്ങൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ചേഞ്ചസ് വരുന്ന കാണാൻ പറ്റും. ഐ ആം ഡിവൈൻ എന്ന് പറയുമ്പോൾ ഞാൻ ഡിവൈനാണ്. ഞാൻ ഡിവൈൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും എനർജീസ് ഉണ്ട്, അത്രയും പവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളെയും, എല്ലാ നെഗറ്റിവിറ്റീസിനെയും റിലീസ് ചെയ്ത് മറ്റുള്ള എല്ലാ പോസിറ്റിവിറ്റീസിനെയും അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളിലേക്ക് എന്നാണ് ഐ ആം ഡിവൈൻ എന്നുള്ളതിന് മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, മാനിഫെസ്റ്റേഷൻ ചെയ്തത് കൊണ്ടൊന്നും വർക്കൗട്ട് ആവില്ലെന്നല്ല, പക്ഷെ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് സെൽഫ് ലവ് ആണ്. ആൻഡ് പെർഫോം വിത്ത് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളൊരു എനർജിയും ഇമോഷണൽ ഇൻ്റലിജൻസ്, പ്രാക്ടിക്കാലിറ്റി ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളിലും ഇമോഷൻസ് വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു സക്സസ് ഉണ്ടാവില്ല. അതേസമയം നിങ്ങൾ ഇമോഷണൽ അല്ലാതെ ഒരു ലോജിക്കായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ആ ഒരു പ്രശ്നത്തെ നേരിട്ട് നോക്കി നിങ്ങൾക്ക് സക്സസ് മസ്റ്റായിട്ട് കിട്ടും അവിടെ. പലപ്പോഴും ഇതാണ് നിങ്ങളുടെ വ്യക്തിയും ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വളരെ ഇമോഷണലായി, ആൾ വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നതിൽ പിടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ആൾക്കത് അവിടെ ഇമോഷണലി ഡിറ്റാച്ച്മെൻ്റ് ആയിട്ട് നിന്നതുകൊണ്ട്, ഇമോഷണലി ഇൻവെസ്റ്റ് ആക്കാത്തതുകൊണ്ടും ആൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഒരു എനർജി ഈ ഒരു വ്യക്തിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി സ്പിരിച്വൽ ആണെന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്യക്തിയുടെയും അവർ വളർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. അപ്പം നമ്മുടെ ഉള്ളിലും ഒരു പക്ഷെ അതൊരു ടോക്സിക് ആയിരിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ നല്ല ഒരു ക്വാളിറ്റീസ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. പെർഫോം വിത്ത് ഡിറ്റാച്ച്മെൻറ്റ്, സെൽഫ് കെയർ, സെൽഫ് ലവ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, സഹാനുഭൂതി, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക, നല്ല നല്ല ക്വാളിറ്റീസ്. ഓക്കെ, സോ നിങ്ങൾ ഒരു റിലേഷന് വേണ്ടിയിട്ടും ബെഗ് ചെയ്ത് പോകാൻ പാടില്ല. ബിക്കോസ് ഐ ആം ഡിവൈൻ, ഞാൻ ഡിവൈനാണ്. അപ്പം എനിക്ക് എത്രയും പവറുണ്ട് മറ്റുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യും. പിന്നെ ഞാൻ എന്തിനാ ബെഗ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കണം. ആ ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ എൻ്റയർ എനർജി നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസിനെയൊക്കെ റിലീസ് ചെയ്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് റിലേഷൻ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പീസ് ഒന്നിനും കിട്ടൂല.
യോഗ ചെയ്യാൻ ശ്രമിക്കുക അറിയാമെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ മാത്രം ചെയ്താൽ മതിയെന്നേ. മസ്റ്റായിട്ടും എന്നും രാവിലെയും വൈകിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. A new romantic cycle begins. You and your loved one are safe. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മൾ തുടക്കം പറഞ്ഞു കുറച്ച് കാർഡ് കിട്ടിയപ്പോൾ 10 ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച്. അപ്പം ആ ഒരു സൈക്കിൾ എൻഡായി പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിലൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരും. പക്ഷെ അതിന് വേണ്ടിയിട്ട് സമയം ഉണ്ടാവും, സമയം എടുക്കുന്നുണ്ടാവും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലാതെ എടുത്ത് ചാടിയിട്ട് നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്താ പറയുക, എടുത്ത് ചാടിയുള്ള എല്ലാ തീരുമാനങ്ങളും ശുദ്ധ അബദ്ധങ്ങളായിരിക്കും. നമ്മൾ എല്ലാത്തിനും സമയം കൊടുക്കുക. ഓക്കെ, ആ ഒരു എനർജിയിൽ നിൽക്കുക. സോ യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. നിങ്ങൾ ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒത്തിരി റിലേഷൻഷിപ്പിന് വേണ്ടി എഫോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ച് തരുമെന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. സോ ഇതിൽ നിങ്ങൾ ഫിയർ ഒന്നും വേണ്ട. അയ്യോ എൻ്റെ വ്യക്തി വേറെ ആരുടെയെങ്കിലും കൂടെ പോവോ, ഞാൻ ഇനി കണക്റ്റ് ആവാതിരുന്നാൽ എന്നുള്ളൊരു ഫിയറിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് യു ആൻഡ് യുവർ ലവ്ഡ് വൺ ആർ സേഫ്. യൂണിവേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയിൽ ട്രസ്റ്റ് ചെയ്യുക കേട്ടോ. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.